കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി മാധ്യമങ്ങളെ കാണും. നമ്മളിപ്പോൾ 2 റൂൾ വയലേഷൻ പറഞ്ഞിട്ടുണ്ട് സാറിന്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാറ് തന്നെ അത് നിങ്ങളോട് പറയും ആ വയലേഷൻസ്. അപ്പം എന്തായാലും വയലേഷൻ നമ്മൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലംഘനം ഉണ്ടായിട്ടുണ്ട്. സാറ് അത് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളോട് പറയും. സാറ് പറയും ലംഘനം നടന്നിട്ടുണ്ട്. നമ്മൾ അവരുടെ പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള എഴുന്നള്ളിപ്പിനുള്ള പെർമിഷൻ റദ്ദ് ചെയ്യാനുള്ള ശുപാർശയാണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത്. ആ അമ്പലത്തിനുള്ള എഴുന്നള്ളിപ്പിനുള്ള റദ്ദ് ചെയ്യാനുള്ള ശുപാർശയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാറ് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രീഫ് ചെയ്യും കേട്ടോ. എനിവേസ് വയലേഷൻസ് ഹാവ് ഹാപ്പൻഡ്. നമ്മൾ അതിനുള്ള റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തിയാണ് കാര്യങ്ങൾ വിശദമാക്കിയത്. ആനയെ എഴുന്നള്ളിച്ചതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, നാട്ടാന പരിപാലന ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് വിശദീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. വനം മന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് തന്നെ വനം മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. വനം മന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററായ ആർ കീർത്തി. അവർ ഈ സംഭവത്തിന് പിന്നാലെ ഇന്നലെ തന്നെ അവിടെ ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അവിടെ ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നുമൊക്കെ മൊഴിയെടുത്ത ശേഷമാണ് ഇപ്പോൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്നത്. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, ക്ഷേത്ര കമ്മിറ്റിക്ക് ആനയെ എഴുന്നള്ളിച്ചതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, നാട്ടാന പരിപാലന ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണോ? അല്പസമയം മുമ്പാണ് ADMന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് വനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഈ തരത്തിലുള്ള ചട്ടലംഘനം ഉണ്ടായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് കൺസർവേറ്റർ ആർ കീർത്തി പറയുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ചട്ടലംഘനമാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ഉത്സവ കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ചട്ടലംഘനം, നാട്ടാന പരിപാലന നിയമമുണ്ട്, അത് ഈ ഇത്തരം ഉത്സവം നടത്തുന്ന സമയത്ത് കൃത്യമായി കുറേയേറെ കാര്യങ്ങൾ അതിൽ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരുപക്ഷെ പടക്കം പൊട്ടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ 100 മീറ്റർ പരിധി ആന നിൽക്കുന്നതിന് എല്ലാ വശത്തേക്കും വേണമെന്നുണ്ട്. അതിനപ്പുറത്ത് മാത്രമേ ഈ പടക്കം ഉൾപ്പെടെ വെടിക്കെട്ട്, പടക്കം തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ക്ഷേത്രത്തിൽ അത് നടന്നിട്ടില്ല എന്നുള്ളത് വനംവകുപ്പ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 70-80 മീറ്റർ അകലം മാത്രമാണ് ഈ പടക്കം പൊട്ടിച്ച സ്ഥലം, ഒപ്പം തന്നെ ആന നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളായിരിക്കാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഇതിൽ കുറേയേറെ നിയമങ്ങളുണ്ട്. ആളുകൾ നിൽക്കുന്ന ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആളുകൾ ഇത്ര അകലത്തിൽ വേണം, ഒപ്പം തന്നെ ബാരിക്കേഡ് കെട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ക്ഷേത്ര ഉത്സവത്തിലും പാലിക്കപ്പെടാറില്ല. അത്തരം കാര്യങ്ങൾ കൂടി അവർ ഇവിടെ പരിശോധിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം വനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ വനമന്ത്രി പറയുമെന്നുള്ളതാണ് ADMും ഒപ്പം തന്നെ കൺസർവേറ്റർ ആർ കീർത്തിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ദിവ്യ, ചിത, റിപ്പോർട്ടിൽ നടപടിക്കും ശുപാർശയുണ്ടോ? തീർച്ചയായും ഇതൊരു വലിയ കുറ്റമാണ്. കാരണം 3 പേർ മരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൽ ആനകൾ ഇടയുന്നു, പരസ്പരം കുത്തുണ്ടാക്കുന്നു, അതിനെ തുടർന്ന് 3 പേരുടെ ജീവൻ എടുക്കുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കർശന നടപടിക്ക്, ഇന്ന് രാവിലെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്, വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നുള്ളത്. ആ കാര്യം ഈ റിപ്പോർട്ടിൽ, വനമന്ത്രിക്ക് നടത്തിയ റിപ്പോർട്ടിലും ഈ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കർശന നടപടി എടുക്കണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് കീർത്തി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഉത്സവത്തിന് ഇനിയുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇനി ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള ലൈസൻസ് ഉണ്ട്, അത് കട്ട് ചെയ്യാനുള്ളതടക്കമുള്ള ശുപാർശകളാണ് അവർ ഈ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ടിന്റെ പൂർണ്ണമായുള്ള വിശദാംശങ്ങൾ എന്താണ് നൽകിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതൊരു പക്ഷേ വനമന്ത്രിയായിരിക്കും പറയാനുള്ള സാധ്യത. ദിവ്യ, യെസ്, ഏതൊക്കെ രീതിയിൽ ചട്ടലംഘനം ഉണ്ടായി എന്നത് വനം മന്ത്രി വിശദീകരിക്കും എന്നാണ് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തിയുടെ പ്രതികരണം. വിശദാംശങ്ങളാണ് ഷിത ജഗത് നൽകിയത്.